ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മാസം പ്രായമുള്ള കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു ഫ്രോക്ക്, ഒരു ഇലയും മോഡൽ ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഞാനത് 3 പേർക്ക് വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് മാത്രമല്ല, ഒരു മാസം പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്കൊരു 1/2 മീറ്റർക്ക് മതിയാവും കേട്ടോ. മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും ഞാനിപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തത്. ഞാനിപ്പോൾ ഒന്നിച്ചെടുത്തോണ്ടാണ് കേട്ടോ. ഇത് ഒരുപാട് കാണാനില്ല. നമുക്ക് ആദ്യം 2ആയിട്ട് മടക്കിയിട്ട് 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. വശത്ത് ഞാനൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തു. നമ്മുടെ മെറ്റീരിയൽ ഒന്നും കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ സ്ട്രേറ്റ് ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. 3.5 ഇഞ്ച് ഷോൾഡർ എടുക്കാം. അതുപോലെ നമുക്ക് അവിടെ താഴത്തേക്ക് ആം ഹോൾ ഞാനൊരു 3.5 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് ഇതുപോലെ സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം കേട്ടോ. ചെസ്റ്റ് എടുക്കുന്നത് 4 ഇഞ്ചാണ്. ടോട്ടൽ 16ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 4 ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അവിടുന്ന് തയ്യൽ തുമ്പിൽ നമുക്കൊരു 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കാം. അത് നമുക്ക് സ്ട്രേറ്റ് ലൈൻ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ വേസ്റ്റ് ലെങ്ത്ത് പറഞ്ഞിട്ട് ഒരു 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. 6 ഇഞ്ചിന് തന്നെ നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേ സെയിം അളവ് തന്നെയാണ് എന്നിട്ട് എടുക്കുന്നത്. നമുക്ക് സൈഡ് വള്ളി വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ 4 ഇഞ്ച് എടുക്കുക. പിന്നെ തയ്യൽത്തുമ്പോൾ ഞാൻ 2 ഇഞ്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് വലുതാ സമയത്ത് വേണമെങ്കിൽ അവർക്ക് ഇതാക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ 4 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 6 ഇഞ്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ലെങ്ത്ത് എടുക്കുന്നത് ഞാൻ 15 നമ്മുടെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ ലെങ്ത്ത് 15 വരുന്നു. ഞാൻ എന്താക്കി ഒരു 11 ഇഞ്ച് മാത്രമേ ലെങ്ത്ത് എടുക്കുന്നുള്ളൂ കേട്ടോ. അതായത് ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ഒരു ആണിക്കെട്ടിൻ്റെ മുകളിൽ വരുന്ന കുറച്ച് മുകളിൽ വരുന്ന രീതിക്ക് 11.5 ആയാലും പ്രശ്നമില്ല. 11.5 നമുക്ക് ലെങ്ത്ത് വേണ്ടത്. ആ 11.5 ഞാൻ ഫ്രില്ല് വെക്കുന്നുണ്ട്. ഒരു ഫ്രില്ല് ഒരു 4 ഇഞ്ച് വീതിക്ക്. അപ്പോൾ 11.5 ഒരു 4 ഇഞ്ച് മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു 11.5 എടുക്കുന്നത്. 11.5 4 ഇഞ്ച് കുറക്കുമ്പോൾ 10, 9, 8, 7 വരും. അപ്പോൾ 7 ഇഞ്ച് 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുക്കുക. അപ്പോൾ 8.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ 8.5 ഇഞ്ച് ഇതുപോലെ ഇങ്ങോട്ട് കൊടുക്കുക കേട്ടോ. 8 ഇഞ്ച് കൊടുത്തതിന് ശേഷം ആടുന്ന് ജസ്റ്റ് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് വലിയ ഷേപ്പ് കൊടുക്കുന്നില്ല. ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഒരുപാട് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒരു ഷേപ്പ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് കട്ടിങ് മതിയാവും കുഞ്ഞിക്ക്. നമുക്ക് വലിയ ഷേപ്പ് ഒന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് കണ്ടില്ലേ ഈ ഒരു ഷേപ്പ് ജസ്റ്റ് ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് അടിച്ച് വരുന്ന സമയത്ത് ഇത് ഇത്ര ആയിരിക്കും കേട്ടോ. വിരൽ ഇതുപോലെ ആയിരിക്കും വിരൽ കേട്ടോ. നമുക്ക് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിത് അടിയിൽ ഇത് കൊടുക്കാനുണ്ട്, നമ്മുടെ ഫ്രിൽസ് കൊടുക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്ര നീളം കുറഞ്ഞ് കാണുന്നത്. നമുക്ക് നമ്മുടെ ഇതേ അളവിൽ നമ്മുടെ ജോർജറ്റ് മെറ്റീരിയൽ 2 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇല്ലേ, ജോർജറ്റ് മെറ്റീരിയൽ ഇപ്പോൾ 2 മടക്കിയിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള മെറ്റീരിയൽ ഒരുമിച്ച് കട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പിന്നൊക്കെ കുത്തിയിട്ടായിരിക്കുമല്ലോ കട്ട് ചെയ്യുന്നത്. അതിനെക്കാളും കുറച്ച് എളുപ്പമായിട്ട് നമുക്ക് ചെയ്തതുപോലെ ഫ്രണ്ട് മാത്രം എടുക്കാം കേട്ടോ. ഫ്രണ്ട് മാത്രം എടുത്ത് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് പിന്നൊക്കെ കുത്തിയിട്ട് നമ്മുടെ നെക്കും കൂടി മാർക്ക് ചെയ്തിട്ട് അതേ അളവിൽ കട്ട് ചെയ്യാം. പിന്നെ ആദ്യം മടക്കുക, ബാക്ക് പീസ് വെക്കുക, ബാക്കിൽ നെക്ക് മാർക്ക് ചെയ്തിട്ട് അതേ അളവിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രണ്ടിലേക്ക് എടുക്കുന്നത് ഒരു 2 ഇഞ്ചാണ് കേട്ടോ. നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത്. ബാക്കിലേക്ക് നമുക്കൊരു 1.5 ഇഞ്ച് മതി. ബാക്കിലും ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അളവിലും കൂടി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. നമുക്കപ്പോൾ ആദ്യം ഇതിൽ മാർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്താലും മതി കേട്ടോ. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.5 ഇഞ്ച് വെച്ച് കൊടുക്കുക. എനിക്ക് ഫ്രണ്ടിലേക്ക് ഇല്ലതാണ് ഇപ്പോൾ ഇതെടുക്കുന്നത്. 2 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. നമുക്ക് ഷേപ്പ് റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ട് ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കും. നമ്മുടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രണ്ടിലത്തും ബാക്കിലത്തും ചെയ്യണേ. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ലൈനിങ് പീസ് ഇങ്ങോട്ട് നീക്കിയിട്ട് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് ബാക്കിലത്ത് നമ്മൾ അത് കഴിഞ്ഞ് നല്ല വശത്തേക്ക് കൂടിയുള്ള സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫ്രണ്ടും അതുപോലെ ബാക്കും ചെയ്തെടുത്തു. ഫ്രണ്ട് നമ്മുടെ ഇതുപോലെ അടിച്ചിട്ട് പതിച്ച് വരെ അടിച്ചതേ ഉള്ളൂ കേട്ടോ. അതേ ലൈനിങ് പീസിലേക്ക് കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്തതേ ഉള്ളൂ. ഇത്ര പോലെ ചെയ്താൽ മതി. നമ്മൾ ബാക്ക് വശം ഫുൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പതിച്ചെടുത്തതിന് ശേഷം നമ്മുടെ നല്ല വശത്തേയുള്ള സ്റ്റിച്ച് കൊടുത്തും അതിനുശേഷം നമ്മുടെ ലൈനിങ് മെയിൻ ക്ലോത്ത് ഒന്നിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് ടച്ച് ചെയ്തെടുത്തും. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിവിടെ ഓപ്പൺ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ വെച്ചതും. ഇപ്പോൾ ബാക്കിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ സിബ് വെച്ച് കൊടുക്കുക, ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ബട്ടൺസ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജോർജറ്റിന് നമ്മൾ സിബ് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ബട്ടൺസ് വെക്കുന്നതാണ് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബട്ടൺസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ഓപ്പൺ ഇറക്കം ബാക്കിൽ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ
ഏകദേശം ഒരു 6.5 ഉണ്ട്. ഞാൻ കുറച്ച് ഒരു 5 ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ചെറിയ കുട്ടിയല്ലേ, നമുക്ക് തലയിൽ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ബട്ടൺസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. നമുക്കൊരു 5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4.5 ഇഞ്ച് മതി തോന്നുന്നു കേട്ടോ. 4.5 ഇഞ്ചായാലും പ്രശ്നമില്ല. ഒരു 4.5 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ആ ഒരു 4.5 അവിടത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ഈ 2 പീസ് ഒരുമിച്ച് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം. അത് അടിച്ചെടുത്തും അതിന് ശേഷം നമ്മളത് ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നോക്കാം. 4.5 ഉണ്ട്. 4.5ൻ്റെ ഡബിൾ എത്ര വരൽ? 9 ആയിരിക്കും വരൽ. കറക്റ്റ് ഇത് 4.5 ഇടത്തേക്ക് ഡബിൾ എടുക്കുന്ന സമയത്ത് 9ൻ്റെ അടുത്ത് വരും. ആ 9ൻ്റെ ഒന്നിച്ച് ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമുക്ക് ജോർജറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ 9 ആണെങ്കിൽ ഒരു 11.5 എടുത്താൽ മതി കേട്ടോ. 11.5 നീളത്തിലും അതുപോലെ വീതി എടുക്കേണ്ടത് 3 ഇഞ്ചാണ് കേട്ടോ. നമുക്ക് ബാക്കിൽ ഇതിന് ബട്ടൺസ് വെക്കേണ്ടത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 11.5 ഇഞ്ച് നീളത്തിലും 3 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ നമ്മൾ അടിച്ച് തുടങ്ങുന്ന സമയത്ത് ആദ്യം കുറച്ചത് ഇതുപോലെ ചീത്തവശം മീൻസ് നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസില്ലേ, ആ ഒരു പീസ് എടുക്കണം കേട്ടോ. ആ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് മുകളിലോട്ടേക്ക് വെച്ചതിന് ശേഷം കുറച്ച് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഈ ഒരറ്റത്തെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇത് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ഇവിടെ എത്തുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇത് വരുന്നില്ലേ, അവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് കറക്റ്റായിട്ട് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പോയിന്റില്ലേ, ആ ഒരു പോയിന്റിൽ ചെറുതായിട്ട് ഒരു കട്ട്, ആ ഒരു മൂലക്കന്നെ കറക്റ്റായിട്ട് ഒരു കട്ടിട്ട് കൊടുക്കാം. കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ചടിക്കണം കേട്ടോ. പ്രസ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ജോർജറ്റിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെ വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടം വരെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ അത് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തു. നമുക്ക് നമ്മുടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലിലേക്ക് എടുക്കാം കേട്ടോ. ഇതെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒരു മടക്കുക. രണ്ടാമത്തെ മടക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വരുന്ന രീതിക്ക് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് ഇതുപോലെ വന്നിട്ട് കിട്ടുന്നത്. നമുക്കിത് ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏത് സൈഡാണോ ബട്ടൺസ് വെക്കുന്നത് അതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം. അല്ല ഓപ്പോസിറ്റ് വശത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു സൈഡാണ് ബട്ടൺ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് നമുക്കത് ഇതുപോലെ ഇങ്ങോട്ടേക്കും മടക്കി കൊടുക്കാം. നമ്മൾ ഏത് സൈഡാണ് ബട്ടൺ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് കുറച്ച് ഇവിടെ എത്തണ്ട, കുറച്ച് വരെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ വെക്കാം. വെച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ള് വേണ്ട, ഒരു ഇത്ര വരെ മതിയാവും കേട്ടോ. എന്നിട്ട് ഇത് ഈ ഒരു സൈഡിലേക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. നമുക്ക് ഇതിൻ്റെ ഇത് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാൻ കേട്ടോ. മടക്കിയിട്ടല്ല, ഇതുപോലെ പിടിക്കാം കേട്ടോ. കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മുടെ അടിവശം ഒന്ന് ക്രോസിൽ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്ത രീതിക്ക് തന്നെ പിടിച്ചിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്രോസിൽ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ക്രോസിലും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു പീസ് അവിടെ നിന്നോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടൺസിൻ്റെ ഇത് വെച്ചും ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. ഫ്രണ്ടിൻ്റെ നല്ല വശത്തോട് നമ്മുടെ ബാക്കത്തെ നല്ല വശം വെച്ച് കൊടുക്കണം. ഇത് ഫ്രണ്ടത്തെ നല്ല വശം, നമ്മുടെ ബാക്ക് സൈഡ് കേട്ടോ. ബാക്ക് സൈഡിന് നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ആ ലൈനിങ് പീസില്ലേ, ആ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുത്തിട്ട് നമുക്കിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്ത് ഈ ഒരു ഷോൾഡർ ഇതുപോലെ വെക്കുക. അതിനുശേഷം ആ ലൈനിങ്ങിൻ്റെ പീസ് ഇതുപോലെ കവർ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ നല്ല വശത്തേ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈനിങ് പീസും ഈ ഒരു ജോർജറ്റ് മെറ്റീരിയൽ ഒന്നിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് ചെയ്തിൽ അതുപോലെ ഒന്ന് ടച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മതാ അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ അടിച്ചെടുത്തു കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെ നമ്മുടെ പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനിതാ ഈ 2 സൈഡിലും വള്ളി അടിച്ചിട്ടുണ്ട് കേട്ടോ. വള്ളി ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഷോൾഡറിൽ ഒരു 5 ഇഞ്ച് താഴത്തേക്ക് ഇതുപോലത്തെ നമ്മുടെ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ക്രോസ് പീസ് വെക്കണം മറന്നു പോയിട്ടാണ് ഞാനിപ്പോൾ ആദ്യം വള്ളിയൊക്കെ അടിച്ച് സൈഡ് ജോയിൻ ചെയ്യാൻ നിൽക്കുന്നത്. ഞാൻ കൈ സ്ലീവ് അത് അടിച്ചു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്കിനി ഇപ്പോൾ സൈഡിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 1.25 ഇഞ്ച് വീതിക്കാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. 2 ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ സ്ലീവ് ഇതുപോലെ എടുക്കാം. സ്ലീവ് എടുത്തതിന് ശേഷം സ്ലീവിൻ്റെ നല്ല വശത്ത് നമ്മുടെ ക്രോസ് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ടൊന്ന് പതിച്ചടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വശത്തേക്ക് 2 മടക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ അതിന് ശേഷം നമ്മുടെ സൈഡിൽ 2 മെഷർമെൻറ്റ് മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ സൈഡ് താഴത്ത് വരെ ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് താഴത്ത് ഒരു ചെറിയൊരു ഷേപ്പ് കൊടുക്കേണ്ടത് നമുക്ക് ആദ്യം മറന്നു പോയിട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് സൈഡ് അടിച്ചതിന് ശേഷം ആ ഒരു ഷേപ്പ് കൊടുത്താൽ മതി. ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്കിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് നേരത്തെ മറന്നുപോയി. എല്ലാം തന്നെ ജസ്റ്റ് അത് ഇതുപോലെ വെക്കുക. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് കുറച്ചൊരു ഷേപ്പിൽ ആ സൈഡ് തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. ഈ കുട്ടിക്ക് പിന്നെ അത്ര പ്രശ്നമില്ല. അതിപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് അത്ര പ്രശ്നമില്ല കേട്ടോ. നമ്മൾ വലിയവർക്കൊക്കെ നടക്കുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കിടക്കുന്ന കുട്ടിയായതുകൊണ്ട് അത്ര വലിയ സീനില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ ഫ്രില്ല് ഇടേണ്ടത് കട്ട് ചെയ്യാം. നമ്മൾ 4 ഇഞ്ച് വീതിയാണെന്നുള്ള നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. അടിവശം മടക്കിയെടുക്കാൻ അരയിഞ്ചും അതുപോലെ മുകൾ വശം ജോയിൻ ചെയ്യാൻ വേണ്ടി അരയിഞ്ചും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ താഴത്തേക്കുള്ള വൈറ്റ് കളർ നെറ്റില്ലേ അത് കട്ട് ചെയ്തിട്ട് അടിവശം ഒന്ന് മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിത് ചെറിയ രീതിക്ക് ഫ്രില്ലിട്ട് എടുക്കണം കേട്ടോ. നമ്മുടെ ഇതിൻ്റെ താഴ്വശം വരുന്നില്ലേ അത്ര പോലെ ഒരു ഇതിൽ വേണം നമ്മൾ ഇവിടുത്തെ കടന്ന് നോക്കുക. ഡബിളായിട്ട് വരുമ്പോൾ എത്ര വരും നോക്കുക. അത്രയും വീതിക്ക് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഇതുപോലെ എടുക്കാം. ഇതിൻ്റെ നല്ല വശം ഇതുപോലെ എടുത്തതിന് ശേഷം നല്ല വശത്തിൻ്റെ മുകളിൽ ഈ ഒരു ഫ്രില്ലിട്ട് ഇതുപോലെ നല്ല വശം വരുന്ന ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. നമ്മുടെ ഈ ഒരു വൈറ്റ് മെറ്റീരിയൽ വരുന്നതിൻ്റെ മുത്തലയെ കൂടിയിട്ട് ഫുള്ളായിട്ടൊന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്ന കട്ടിങ് സ്റ്റിച്ചിങ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.